നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങും. അപ്പോൾ ഈ 2026 എങ്ങനെയാണ് മൊത്തം പൊതുവായി ഈ ചോദ്യ നക്ഷത്രക്കാരുടെ ഫലം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 9-ൽ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. 6-ൽ ഇഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ വർഷത്തിൽ യോഗമുണ്ട്. 5-ാം ഭാവത്തിൽ പക്ഷേ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഘടനകാരകനായിരിക്കുന്ന കേതു സർവാഭിഷ്ട സ്ഥാനത്ത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം ചെയ്യുന്ന പ്രവൃത്തിയിൽ ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരും. എന്നാൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയുള്ള മാസങ്ങളിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തന്നെ ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കും. എന്നാൽ പോലും രാഹു പൂജയോ നാഗപൂജയോ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ചെന്നാൽ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമുക്ക് അഭിവൃദ്ധിക്ക് കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാം. ഈ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും 10-ാം ഭാവത്തിലേക്ക് ജൂൺ മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 10-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം ജൂൺ മാസമായെന്നാൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ചോദ്യ നക്ഷത്രക്കാർക്ക് 2025 അത്ര അനുകൂലമായിരുന്നില്ല. 2025 പകുതിയോടുകൂടിയാണ് അനുകൂലാവസ്ഥ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ജൂൺ മാസം വരെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. പക്ഷേ അതിന് ശേഷം ജൂൺ മാസത്തിൽ 10-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പണക്കം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തറവാട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന വിഷയത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധികളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഈ ഒക്ടോബർ 30 വരെയാണ്. ഒക്ടോബർ മാസത്തിൽ വ്യാഴം ഒക്ടോബർ 30-ാം തീയതി വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറും. അപ്പോൾ അത് കാരണം കൊണ്ട് നവംബർ, ഡിസംബർ എന്നീ 2 മാസങ്ങളിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷമുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം 30-ാം തീയതി വരെയാണ്. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതിരിക്കാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ചൊവ്വയും ശനിയും ഒരുമിച്ച് യോഗം ചെയ്തിട്ട് ലഗ്നാൽ ശത്രുസ്ഥാനത്ത് വരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് സുഹൃത്ത് വിരോധം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ടുള്ള ശ്രദ്ധയും നല്ല രീതിയിൽ ഉണ്ടാകണം. അപ്പോൾ ആ സമയത്തിൽ ചതി, കളവ്, വഞ്ചന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഗണപതി ഹോമം ചെയ്യും. ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട്, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ രാഹുപൂജയോ നാഗപൂജയോ ചെയ്യണം. ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം, വരുമാനം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണ് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുകയും ചെയ്താൽ ഈ വർഷത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.